പ്രസക്തി നഷ്ടപ്പെട്ട പള്ളിത്തന്തന്മാരും ക്രിസംഗികളും. ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്നുവരെ മുനമ്പം എന്ന് വലിയ വായിൽ കാറക്കുവി നടന്ന പള്ളിത്തന്തന്മാരുടെയും ക്രിസംഗികളുടെയും പൊടി പോലുമില്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ. പള്ളിത്തന്തന്മാരെയും ക്രിസംഗികളെയും ചുടിചോറ് വാരിക്കുവാൻ കളത്തിലിറക്കിയ BJP നേതൃത്വവും വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു ഇത്തവണ. ഇവരെ കൊണ്ട് പാലക്കാട് ഒരു സീറ്റെങ്കിലും തരപ്പെടുത്താം എന്ന് വ്യാമോഹിച്ചു. പക്ഷേ മുനമ്പം ഫീൽഡിൽ കുപ്പായവും പൊക്കിപ്പിടിച്ച് ഇൻഫൻട്രിയായി ഇറങ്ങിയ പള്ളിത്തന്തന്മാർക്ക് കവറിംഗ് ഫയർ കൊടുക്കുവാൻ BJP ഉപയോഗിച്ചത് അവരുടെ സ്ക്രിപ്റ്റ് വായനക്കാരനും ഫണ്ടഡ് സീഡിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നവരിൽ പ്രധാനിയുമായ ഒരു യൂട്യൂബറെയാണ്. അദ്ദേഹത്തെ കുറ്റം പറയരുത്. പള്ളിത്തന്തന്മാരെയും BJP നേതാക്കളെയും അവസാന നിമിഷം വരെ വാനോളം പുകഴ്ത്തി അദ്ദേഹം നന്നായി നാവുകൊണ്ട് പണിയെടുത്തു. എങ്കിലും BJP സ്ഥാനാർത്ഥികൾ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി. വയനാട്ടിൽ കെട്ടിവെച്ച കാശ് പോലും പോയി. പാലക്കാട് അതിദയനീയമാവിധം തോറ്റു തുന്നം പാടി. ചേലക്കരയിൽ 21.49% വോട്ടുകൾ ലഭിക്കുവാൻ കാരണം ക്രൈസ്തവ വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് UDF-ന് ആശങ്ക, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെയുള്ള വാദവുമായി ആ യൂട്യൂബർ ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. ചിരിച്ച് ചത്തത് വയനാട്ടിൽ ക്രിസംഗികളുടെ വോട്ട് കൂടിയത് കൊണ്ടാണത്രേ BJP-ക്ക് വയനാട്ടിൽ ശതമാനം കൂടിയത് എന്ന വാദമാണ്. എന്നാൽ സുരേന്ദ്രന് കിട്ടിയതിലും 1.5% കുറഞ്ഞു. കെട്ടിവെച്ച കാശും പോയി എന്നതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ ITV ന്യൂസിന് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് ഈ പള്ളിത്തന്തന്മാരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചതിൽ. മുനമ്പം വിഷയം ആളിക്കത്തിച്ച് വർഗീയത പടർത്തി പാലക്കാട് ഉണ്ടായിരുന്ന 8000 ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാം എന്ന ആ വ്യാമോഹം ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ക്രൈസ്തവ സമൂഹം അത് മനസ്സിലാക്കി പള്ളിത്തന്തന്മാരുടെ ആഹ്വാനത്തിന് പുല്ലുവില കൊടുത്തതിൽ ആഹ്ലാദമുണ്ട്. ആ ഉറപ്പിലാണ് ഞങ്ങൾ പ്രവചനം നടത്തിയതും ആ പ്രവചനം യാഥാർത്ഥ്യമായതും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരൊറ്റ മണ്ഡലത്തിലും പള്ളിത്തന്തന്മാരുടെയും ക്രിസംഗികളുടെയും കുത്തിത്തിരിപ്പ് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന വോട്ടുകൾ കൂടി പോവുകയും ചെയ്തു. അത് UDF-ന് അനുകൂലമായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സീറോ മലബാർ സഭയുടെ തട്ടിൽ മെത്രാൻ താനൊരു കുപ്പായത്തൊഴിലാളിയാണെന്ന യാഥാർത്ഥ്യം പോലും മറന്നു പറഞ്ഞത് ആരും മറന്നുപോയിട്ടില്ല. വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പരിചിതമായിട്ടുള്ള, നമുക്ക് എന്നും ചെയ്ത് പരിചയമുള്ള കക്ഷികൾക്ക് ചെയ്യണമെന്ന് തവണ നിർബന്ധം പിടിക്കരുത്. നിങ്ങളൊരിക്കലും നിർബന്ധം പിടിക്കരുത്. മറിച്ച് ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ തെളിയിക്കണം. നാണമുണ്ടോ തട്ടിൽ മെത്രാനെ തനിക്ക്? തന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും വിശ്വാസ സമൂഹം കൽപ്പിക്കുന്നില്ല എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? ഇനിയും ഇത്തരം നാറിയ പ്രസ്താവനകളുമായി ഇറങ്ങുവാൻ താങ്കൾക്ക് ധൈര്യമുണ്ടാകുമോ? അതുപോലെ LC എന്ന അനാഥവൃദ്ധയുടെ 3 കോടി പറ്റിച്ച് പുട്ടടിച്ച നാണംകെട്ട കമാനം തോമയും തിരുവനന്തപുരം ലൂർദ് കൊള്ള സംഘത്തിലെ അംഗമായ മോർലിപ്പാതിരിയും ഒക്കെ സംഘിപക്ഷത്ത് നിന്ന് പ്രചാരണം നടത്തിയെങ്കിലും ഇവന്മാർ കാട്ടുകള്ളന്മാരാണ്, ഇവന്മാരുടെ വാക്കുകൾക്ക് പട്ടിയുടെ വില പോലുമില്ല എന്ന് ഞങ്ങൾ തെളിവുകളടക്കം ജനങ്ങളെ ബോധവാന്മാരാക്കി. കാര്യം മനസ്സിലാക്കിയ ജനങ്ങൾ ഇവന്മാരുടെ, ഈ കള്ളന്മാരായ പള്ളിത്തന്തന്മാരുടെ കർണമടച്ചു കൊടുത്ത അടിയാണ് BJP-യുടെ ഇത്തവണത്തെ നാണംകെട്ട പരാജയം. ശബ്ദമില്ലാത്തൊരു ശബ്ദമാണ് സഭയെന്നും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ സഭാപിതാക്കന്മാര് ഇടപെടുകയും മറ്റുള്ളവരെ കൂട്ടി നിന്നുകൊണ്ട് ഇപ്രകാരം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുക. നിനക്കൊക്കെ എന്ത് പ്രസക്തിയാണ് ഇനി ഈ സമൂഹത്തിലുള്ളത് എന്നതാണ് വിശ്വാസികളുടെ ചോദ്യം. BJP നേതൃത്വം ഇനിയെങ്കിലും ഈ പള്ളിത്തന്തന്മാരുടെ അരമന നിരങ്ങുവാനും ഇവന്മാരുടെ കളവുകൾക്ക് കൂട്ടുപിടിക്കുവാനും ശ്രമിച്ചാൽ ഇതിലും വലിയ തിരിച്ചടികൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഈ കുപ്പായത്തമ്മാടികളെ പിടിച്ചകത്തിട്ടാൽ, ഇവന്മാരുടെ അരമനകളിൽ കയറി ഇവന്മാരെ വലിച്ചു പുറത്തിട്ടാൽ ക്രൈസ്തവ വിശ്വാസ സമൂഹം നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവും കട്ടായം. വിശ്വാസികൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പള്ളിത്തന്തന്മാരെ കൊണ്ടാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. LC-യുടെ 3 കോടി പറ്റിച്ച് നടക്കുന്ന തറത്തോമയും സംഘവും ജട്ടി മുതലാളിയുടെ ചിലവിൽ ഞങ്ങൾക്കെതിരെ സ്റ്റേ നേടുവാൻ കോടതിയെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർക്കെതിരെ വാർത്ത നൽകുവാൻ പറ്റില്ല, സ്റ്റേ വേണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല. തറത്തോമയും അയാളുടെ സഹകുപ്പായ കൊള്ളക്കാരന്മാരും കാണിച്ചു കൂട്ടുന്ന സകല നെറികേടുകളും ഞങ്ങൾ കോടതി സമക്ഷം എത്തിക്കും.
കുപ്പായക്കൊള്ളക്കാരന്മാരുടെ എച്ചിലതീനികൾ LC കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ അവർ പ്രതികൾക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. ആ എച്ചിലതീനികളെയും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കും. LCയുടെ പണം പിടുങ്ങിയ, സത്യനേശന്റെ സ്ഥലം കൊള്ളയടിച്ച ഈ നാണംകെട്ട സഭയിലെ കുപ്പായക്കള്ളന്മാരുടെ എല്ലാ തട്ടിപ്പുകളും വെളിച്ചത്തു വരുന്നതുവരെ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് പറയുവാനുള്ളത് ഇതാണ്: ഇവിടുത്തെ കളങ്കിതരായ പള്ളിത്തന്തന്മാരും ഫണ്ട് മേടിച്ച് സംഘികൾക്ക് വേണ്ടി സീഡിംഗ് ക്യാമ്പയിൻ നടത്തുന്ന യൂട്യൂബർ വിചാരിച്ചാലും ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകില്ല. ജനങ്ങൾക്ക് വാർത്തകളിൽ വിഷം പുരട്ടാതെ സത്യസന്ധമായ വാർത്തകൾ അറിയുവാൻ മാർഗം ഉള്ളിടത്തോളം കാലം അവരുടെ ഒരു തരികടകളും ഇവിടെ വിലപ്പോകില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.